വാഹനങ്ങൾ എന്നത് പല രൂപത്തിലും ഭാവത്തിലും വരും. ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട്, ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. എന്നാൽ അന്നും ഇന്നും വാഹന പ്രേമികൾക്കിടയിൽ പ്രത്യേക തരത്തിലൊരു സ്ഥാനം പിടിച്ച വണ്ടിയാണ് അംബാസഡർ. ഞാൻ വിഷ്ണുകുമാർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ VK ഡു സംതിങ്. എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു അംബാസഡറിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ടാണെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് അംബാസഡർ വണ്ടികളുണ്ട്. പക്ഷേ എങ്കിലും അത്യാവശ്യം വിൻറ്റേജ് മോഡൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം എനിക്കൊരു അംബാസഡറിൻ്റെ വിൻറ്റേജ് മോഡൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടി കിട്ടിയായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് 1978 Mark III മോഡലാണ്. ആയിരത്തി 1958 മുതൽ 2014 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അംബാസഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അംബാസഡറിനെ പറ്റിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്കിൽ ഈ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. വെച്ചാൽ ഇത് അത്യാവശ്യം വണ്ടിയുടെ പുറമേ എന്ന് വെച്ചാൽ ആ വണ്ടി ഇറങ്ങിയ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ വണ്ടിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ Mark III മോഡലാണ്. Mark IIIലാണ് വണ്ടിയുടെ ബമ്പർ ഈ ഒരു ലുക്കിലാക്കി തുടങ്ങിയത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അംബാസഡർ എന്ന് പറയുന്ന അവരുടെ പഞ്ചിങ് ലെവൽ കൊണ്ടുവന്നത് കാണുമ്പോൾ തന്നെ ഒരു വളരെ അട്രാക്ഷനാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു വലിയ ഗ്രില്ല് അട്രാക്റ്റീവായിട്ടുള്ള, അന്ന് അംബാസഡറിൽ Mark III മുതലാണ് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഗ്രില്ല് പോർഷൻ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഗ്രില്ല് പോർഷനൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ നടുക്ക് അവർ ചെറിയൊരു അഡീഷണൽ ഡിസൈൻ എന്ന രീതിയിൽ ഒരു ഗോൾഡ് ഒരു പ്ലേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്, ഈ ഗ്രില്ലെന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സോട് ചേർന്ന് വരുന്നതാണ്. പക്ഷേ അവരത് കട്ട് ചെയ്ത് 2 പോർഷൻ ആക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ സെപ്പറേറ്റ്, ഗ്രില്ല് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ വണ്ടിയിൽ അന്ന് വരുമ്പോഴത്തുള്ള സെയിം ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് എപ്പോഴും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലുള്ള ആ ബമ്പറും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതേ Mark IIIലുള്ള അതേ ബമ്പർ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൽ ആ പഞ്ചിങ് കാര്യങ്ങളും പുതിയ മോഡലാണ്. പക്ഷേ ആ Mark III സമയത്ത് ഇറങ്ങിയ ഒരു മോഡേൺ നമ്പർ പ്ലേറ്റ് പൊസിഷനിലാണ് അവർ ഈ വണ്ടിയിൽ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു സ്ഥാനം കൊടുത്തേക്കുന്നത്. ഈ നമ്മുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഷീൽഡാണ്, അല്ലെങ്കിൽ അംബാസഡറിൻ്റെ തൊപ്പി എന്ന് പറയാം. അതായത് അംബാസഡറിൻ്റെ തന്നെ സെയിം സാധനമാണ് ഇരിക്കുന്നത്, വേറെ ലോക്കലോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ സൈഡിലായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു ഈ വണ്ടി മുമ്പ് ഇരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് വളരെ ഒരു ഡാമേജ് ലെവലായിരുന്നു ഇരുന്നത്. പക്ഷേ അവർ നല്ല രീതിയിൽ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്ത് വണ്ടി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കാണാനായിട്ട് നല്ലൊരു വണ്ടി ഇറങ്ങുന്ന, കമ്പനി അടിച്ച് ഇറക്കുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെ അവർ ഈ വണ്ടിക്ക് വർക്ക് ചെയ്തവരെടുത്തിട്ടുണ്ട്. പിൻവശത്തോട് നോക്കിക്കഴിഞ്ഞാൽ അതേ Mark IIIലുള്ള അതേ സെയിം സെറ്റപ്പ് തന്നെയാണ്. അതായത് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്തിട്ടില്ല. വണ്ടി പണി ചെയ്ത സമയത്ത് അതേപോലെ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ സെക്ഷൻ ആണെങ്കിലും ബാക്കിലത്തെ ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്റർ സെക്ഷൻ ആണെങ്കിലും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബമ്പറിൻ്റെ പോർഷൻ അതുപോലെ തന്നെ പഴയ മോഡൽ തന്നെ അവരൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ Mark III എന്നുള്ളൊരു പഞ്ചിങ്ങും ബാക്കിൽ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി പെയിൻറ്റിങ്ങാണ് അവർ ചെയ്തേക്കുന്നത് വണ്ടിയിൽ. നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഡിക്കി ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഡിക്കി ഓപ്പൺ ആക്കുന്നതിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്, അവർ ഇത് വന്നിട്ട് ഡിക്കിയുടെ ഓപ്പണിങ് വന്നിട്ട് ഹൈഡ്രോളിക് ഇതാക്കിയിട്ടുണ്ട്. ഹൈഡ്രോളിക് മീൻസ് അറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാറുകൾ വരും പോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ബാക്കിലൊരു JBLൻ്റെ ഒരു ബാസ് ബോക്സ് അവർ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സെപ്പറേറ്റ് ഇവർ ഇതിൻ്റെ ഒരു സംഭവം നമ്മുടെ ഡിക്കി ഓപ്പൺ ആക്കുന്നതിൻ്റെതും പിന്നെ അകത്തൊരു ബോക്സും കയറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വണ്ടിയിൽ മാറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടിയുടെ പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തോട്ടാണ് വ്യത്യാസങ്ങൾ. വണ്ടിയുടെ അകത്തോട്ടാണ് അവർ കുറച്ചെന്നല്ല വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് ആൾട്രേഷൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടിയൊന്നുമല്ല. പക്ഷേ വിൻറ്റേജ് മോഡൽ ആയിട്ട് കൂടി അവർ അതേ രീതിയിൽ പുറമേയൊക്കെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് പഴയ അതേ ടൈപ്പിൽ തന്നെയുള്ളൊരു ഫ്യൂൽ കേജ് അടിക്കാനുള്ളൊരു പോർഷൻ അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ട് നമുക്ക് വണ്ടിയുടെ അകത്തുള്ള ഒരു രീതി എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അകത്തുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമുക്ക് അകത്ത് എടുത്ത് ഇതിലിപ്പോൾ അവർ ചെയ്തേക്കുന്ന സംഭവം എന്ന് വെച്ചാൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് സീറ്റ് വണ്ടിയുടെ സീറ്റ് ഫുൾ അവർ പുതിയ നല്ല ബക്കറ്റ് സീറ്റ് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ
ഫ്രണ്ട് വന്നിട്ട് അറിയാമല്ലോ അംബാസഡർ എന്ന് പറയുമ്പോൾ നോർമൽ സിംഗിൾ സീറ്റാണ് വരുന്നത്, പക്ഷേ അവർ കട്ട് ചെയ്ത് ഡബിൾ സീറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ മാറ്റം പറ്റും. ഡാഷ്ബോർഡ് എന്നിട്ട് നോവയുടെ ഡാഷ്ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതായത് അംബാസഡർ തന്നെ, കാരണം അംബാസഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 7ഓളം ജനറേഷൻസ് വന്നിട്ടുണ്ട്. പല ഡിസൈൻസിലായിട്ട് അവർ 7ഓളം ജനറേഷൻസ് അവർ ഇറക്കിയിട്ടുണ്ട്. വണ്ടിയുടെ അകങ്ങളൊക്കെ അവർ മാറ്റിയിട്ടില്ല, പക്ഷേ വണ്ടിയുടെ പുറമെ അവർ ചെറിയ ബമ്പറിലും സൈഡൊക്കെ പോർഷനൊക്കെ അവർ മാറ്റി ഇറക്കിയത്. പിന്നെ സ്റ്റിയറിംഗ് പുതിയതാണ്, പഴയ ടൈപ്പ് അല്ല. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഗിയറിൻ്റെ ഓപ്ഷൻ, അത് ആ സ്ഥലമേ എടുത്ത് മാറ്റി. കാരണം വെച്ചാൽ ഈ ഒരു 78 മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിനോട് ചേർന്ന് ഉള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. പക്ഷേ ഇത് അവർ നേരെ നമ്മുടെ പഴയ വണ്ടികൾ വരുമ്പോഴത്തെ ഒരു ലുക്കിലാക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി AC ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല, വണ്ടി ഇത് AC വണ്ടിയാണ്. AC ഒക്കെ വർക്കിംഗ് ആണ്. വണ്ടി നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്തൊക്കെ എന്ന് പറഞ്ഞാലും ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ സീറ്റിൽ വരുന്ന അതേ ഡിസൈനിൽ തന്നെ അവർ വണ്ടിയുടെ അകമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സ് നല്ല ക്വാളിറ്റി രീതിയിലുള്ള ഒരു ബോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അകത്തുള്ള വണ്ടി ഓപ്പൺ ആക്കാനുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാണ്. നമ്മുടെ ഗ്ലാസ് താഴ്ക്കാനുള്ള ആ ഒരു കമ്പിയൊക്കെ കൊടുത്തേക്കുന്നതെല്ലാം പഴയത് തന്നെയാണ്. കുറച്ച് ടൈറ്റാണ്, അതിലൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പഴയ ആ ഒരു രീതി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ ആൾക്കാരൊക്കെ അറിയാം, പിന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ അംബാസഡർ മാത്രമല്ല, പഴയ വണ്ടികൾക്കും പ്രത്യേകിച്ച്, അതായത് വണ്ടി നമ്മൾ രാവിലെ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഹീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഹീറ്റ് നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കുക. എന്നാൽ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ. വണ്ടി ഹീറ്റ് കൊടുത്ത് സ്റ്റാർട്ടാക്കണമെന്ന് പറയും. പിന്നെ അതുപോലെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീ തിരിച്ചിങ്ങോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകത്തില്ല. ഇവിടെ സ്റ്റോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റോപ്പ് ആവും. ഇങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ അംബാസഡറിലുണ്ട്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. പിന്നിലെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതേ പഴയ ആ സീറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. നല്ല രസമാണ് ഇത് ഇരിക്കാനൊക്കെ. കണ്ടോ, ഇങ്ങനെ ചാരി ഇരിക്കാം, നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ബക്കറ്റ് സീറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ സുഖമുണ്ട്. പഴയ വണ്ടികളെന്ന് വെച്ചാൽ ബക്കറ്റ് സീറ്റ് അല്ലല്ലോ, ബക്കറ്റ് സീറ്റ് തന്നെ കുറച്ചും കൂടെ സുഖമുണ്ട്. പിന്നെ നമ്മളെ അംബാസഡറിനെ ഇഷ്ടപ്പെടുന്നവർക്കറിയാം, ഇതിനെ കുറേ ഇരട്ട പേരുകളൊക്കെ വിളിക്കാറുണ്ട്. അതായത് നിക് നെയിം എന്നൊക്കെ പറയാം. ആംബി എന്നുള്ള പേരൊക്കെ വിളിക്കാം. ആംബി എന്ന് പറയും, അത് ലോക്കലി. പിന്നെ അമ്പി എന്നൊക്കെ വരെ പറയുന്നുണ്ട് അതിൻ്റെ ഇരട്ട പേര്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റോഡുകളുടെ ഗ്രാൻഡ് ലേഡി എന്നൊക്കെ പണ്ടുള്ളൊരു ഇതിനെ വിശേഷിപ്പിക്കുകയാണ് നമ്മൾ അംബാസഡറിനെ. അപ്പോൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു നമ്മുടെ പഴയ കാലത്തൊരു വണ്ടിയാണ് അംബാസഡർ. അപ്പം ഒരുപാട് പേര് ആലോചിക്കാറുണ്ട് ഈ വണ്ടിയൊക്കെ എന്തിനാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ആ വണ്ടിയുടെ ആ ഒരു മഹിമ എന്ന് വെച്ചാൽ ആ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഇതായത് മോഹവില കൊടുത്തിട്ട് തന്നെ വാങ്ങുന്ന ഒരുപാട് അംബാസഡർ കാറുണ്ട്. എന്നാൽ മോഹവില പറഞ്ഞിട്ട് പോലും കിട്ടാത്ത ഒരുപാട് അംബാസഡർ കാറുണ്ട്. അതാണ് അംബാസഡർ മാത്രമല്ല, അത്തരത്തിലുള്ള ഒരുപാട് വിൻറ്റേജ് വണ്ടികൾ നമുക്ക് ചുറ്റുണ്ട്. കാരണം വിൻറ്റേജ് വണ്ടികൾ എന്ന് പറയുന്നതിന് അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ അംബാസഡർ ഇതിപ്പം പിന്നെ വേറെ കാര്യമുണ്ട്. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിനകത്തോട്ടെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു ഈ സീറ്റിൻ്റെ വെച്ചാൽ അറിയാലോ, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ സീറ്റിംഗ് അറിയാം. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല വിശാലമായിട്ട് ഇരിക്കാൻ കേട്ടോ. കാരണം ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് തന്നെ മാക്സിമം ബാക്കിലോട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ടും നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സെൻറ്ററിൽ ഒരു AC ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ AC വരുന്നുണ്ട്. നടുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് പിന്നെ ഹാൻഡ് റെസ്റ്റ് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ചെറിയൊരു സ്പീക്കറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ വണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വണ്ടി വച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അംബാസഡറിൻ്റെ ആ ഒരു വില എന്താണെന്ന് അറിയാവും. ഓക്കെ, നമ്മുടെ അംബാസഡറിൻ്റെ സൈഡിൽ ആ ടയറിൻ്റെ ഒരു സെക്ഷൻ നോക്കി, അതായത് ഫ്രണ്ട് ഓക്കെ കുഴപ്പമില്ല, അതേ നോർമൽ വണ്ടികൾ. പക്ഷേ ഈ വണ്ടി വരുമ്പോൾ അകത്തോട്ട് തള്ളി കയറി നിൽക്കുന്ന ഒരു രീതിയാണ്. അതായത് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഓവർ വെയിറ്റ് കയറുമ്പോൾ ടയർ അകത്തോട്ട് കയറി നിൽക്കുന്ന ഒരു ടൈപ്പിലുള്ളൊരു മോഡലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അംബാസഡർ എന്ന് പറയുമ്പോഴത്തേക്ക് മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് എന്ന് പറയുന്നൊരു ബേസ്ഡ് ചെയ്തിട്ടാണ് അവർ ഈ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഈ ഒരു വണ്ടി അംബാസഡർ എന്ന് പറയുന്ന വണ്ടി അവർ മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട പ്രത്യേകമുണ്ട്. പണ്ടുള്ളവർ പറയും അംബാസഡർ കാർ ഓടിക്കുന്നതിന് ഏത് വണ്ടി ഓടിക്കാം. കാരണം വെച്ചാൽ സത്യമാണ്. കാരണം അംബാസഡർ കാർ ഓടിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഒരു ഹാർഡ് ഫീലാണ്. പക്ഷേ അംബാസഡർ കാർ ഓടിച്ചാൽ നമുക്ക് ഏത് കാർ ഓടിക്കാം എന്ന് പറയുന്നതിൽ അതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഭയങ്കര അത് ഓടിക്കുന്ന ഒരു കഴിവാണെന്ന് തന്നെ പറയാം അംബാസഡർ കാർ ഓടിക്കുക എന്നുള്ളത്.
നമ്മുടെ വീലിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതായത് അലോയ് ഒന്നും കയറ്റിയിട്ടില്ല, സാധാ ഡിസ്കിനാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ അംബാസിലൊക്കെ നല്ല അലോയൊക്കെ കയറ്റി ഒരുപാട് ഡെക്കറേഷൻ ചെയ്യുന്ന വണ്ടികളുണ്ട് കേട്ടോ. ഇത് പക്ഷേ പുറമേ ഞാൻ പറഞ്ഞില്ല, പുറമേ ആ വണ്ടിയുടെ ആ അതേ ക്വാളിറ്റി, അതേ ഒരു പഴമ തന്നെ നിലനിർത്തിയിട്ടാണ് അവർ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് മെറ്റഡോർ എഞ്ചിനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് നോർമലി ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് ഇതൊരു പെട്രോൾ എഞ്ചിനായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഡീസൽ എഞ്ചിനാണ് അവർ കൊടുത്തേക്കുന്നത്. ഈ വണ്ടിക്ക് സെപ്പറേറ്റ് ഒരു ഡീസൽ എഞ്ചിൻ ആക്കിയതാണ്. ഡീസൽ എഞ്ചിൻ പറയുമ്പോൾ 1500 cc വരുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഈ അംബാസഡറിന് ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഇവർ പെയിൻറ്റിന് തന്നെ ഈ വണ്ടിക്ക് 1.5 ലക്ഷം എന്തോ മുടക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇവർ ഏകദേശം 2-2.5 ലക്ഷം അടുപ്പിച്ച് ഈ വണ്ടിക്ക് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞായിരുന്നു, മോഹവില കൊടുത്ത് അംബാസഡർ കാറുകൾ അല്ലെങ്കിൽ വിൻറ്റേജ് മോഡൽ വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇൻഫർമേഷൻ കൊണ്ട് തരാം. സത്യം ഈ വണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഓണർ കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിനോട് എന്തെങ്കിലും താല്പര്യ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു സെയിലിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, ജസ്റ്റ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരാം. ചിലപ്പം കാണുന്ന ആർക്കെങ്കിലും ചിലപ്പോൾ മനസ്സിൽ തോന്നിയിരിക്കാം, പക്ഷേ ഈ വണ്ടി ഒന്ന് എടുത്താൽ കൊള്ളാമായിരുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നുന്ന ആർക്കെങ്കിലും ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഇൻഫർമേഷൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു അംബാസഡറിൻ്റെ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം, ഒരുപാട് ദിവസമായിട്ട് മനസ്സിലുണ്ടായിരുന്നു ഒരു അംബാസഡറിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ എടുത്തൊരു വീഡിയോ മാത്രമാണ് ഇത്, അംബാസഡർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ വളരെ ആധികാരികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ വണ്ടിയെ പറ്റിയിട്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു 1978 മോഡൽ Mark III വണ്ടിയുടെ ചെറിയൊരു വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.